അലൈഹി വസല്ലമ തങ്ങൾ ശഅബാനെ കുറിച്ച് പറഞ്ഞത് ശഅബാൻ എൻ്റെ മാസമാണ്. ശഅബാൻ ശഹരി എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ശഅബാൻ എൻ്റെ മാസമാണ്. 12 മാസങ്ങളിൽ പെട്ട മറ്റൊന്നിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല, ഇത് എൻ്റെ മാസമാണ് എന്ന്. മറ്റു 12 മാസങ്ങളിൽ നിന്ന് ഒരു മാസത്തെ കുറിച്ചും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മാസമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു മാസത്തെ മാത്രം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മാസമാണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാസത്തിന് തന്നെയാണ് അതിന്റെ പവിത്രത നബി തങ്ങളുടെ ഈ വാക്കുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുക. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, കാന ഹബ്ബ ശുഹൂരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമഹു ശഅബാൻ ബൽ കാന യസ്ലുഹു ബിറമളാൻ. നബി തങ്ങൾക്ക് റമളാൻ മാസം കഴിഞ്ഞാൽ നോമ്പ് നോൽക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം ശഅബാനായിരുന്നു. നബി തങ്ങൾ പൂർണ്ണമായി നോമ്പെടുത്തിരുന്ന മാസം പരിശുദ്ധമായ റമളാനാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നബി തങ്ങൾ നോമ്പെടുത്ത മാസം അത് ശഅബാനാണ്. യൗലമു ഉമ്മത മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം എന്നറിയോ? ആ മാസത്തിലാണ് നമ്മുടെ അമലുകളെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകളെ റബ്ബിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടം വെക്കുന്നു എന്ന് ആദരവായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നോമ്പ് പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബറാഅത്തിന്റെ രാവാണ്, വരുന്ന വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ്, ശനിയാഴ്ച നോമ്പാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യം എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് അടുത്ത വെള്ളിയാഴ്ചയാക്കാം ഇൻഷാ അല്ലാഹ്. മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ പരിശുദ്ധമായ ശഅബാൻ മാസവും തമ്മിലുള്ള ആ ആത്മബന്ധത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സൂറത്തുൽ അഹ്സാബിലെ ഒരു ആയത്ത് ഇറങ്ങാനുള്ള കാരണവും കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഖതീബുമാർ ഓരോ വെള്ളിയാഴ്ചയും തന്റെ ജുമഅയുടെ ഖുതുബയുടെ രണ്ടാമത്തെ ഖുതുബയിൽ ഓതുന്ന ഒരു ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്തിറങ്ങുന്നത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ 2 ഹിജ്റ 2 ശഅബാൻ മാസത്തിലാണ്. ഹിജ്റ 2-ാം വർഷം ശഅബാൻ മാസത്തിലാണ് ഈ പരിശുദ്ധമായ ഖുർആനിക ആയത്തിറങ്ങുന്നത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അർത്ഥം വെച്ചത് നിശ്ചയമായിട്ടും അല്ലാഹു തആല വ മലായികതുഹു, അല്ലാഹുവിന്റെ മലായികത്തും യുസല്ലൂൻ, നബി തങ്ങളുടെ മേൽ അല്ലാഹു തആല സ്വലാത്ത് ചെയ്യുന്നുണ്ട്. സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്നല്ല, ഒരു തസ്ബീഹ് മുറിച്ചങ്ങ് ചൊല്ലുന്നുണ്ട് എന്നല്ല. നബി തങ്ങളുടെ മേൽ അല്ലാഹു തആല സ്വലാത്ത് ചെയ്യുന്നുണ്ട്, റഹ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നല്ല നല്ല അനുസ്മരണങ്ങൾ മഹാരഥന്മാരായ മലായികത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, നബി തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ലോകത്തൊരാൾക്കും ലഭിക്കാത്ത ഉന്നതമായ പദവിയാണത്. ഒരു ഇബാദത്തിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ പറഞ്ഞിട്ടില്ല, നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, സകാത്തിനെ കുറിച്ച് നബി തങ്ങൾ ഇങ്ങനെ അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, എന്റെ മലായികത്തും നോമ്പെടുക്കുന്നുണ്ട്, അതുകൊണ്ട് മനുഷ്യന്മാരെ നിങ്ങൾ നോമ്പെടുക്കണേ എന്ന് അല്ലാഹു തആല പറഞ്ഞില്ല. ഞാൻ ഹജ്ജ് ചെയ്യുന്നുണ്ട്, എന്റെ മലായികത്തും ഹജ്ജ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മനുഷ്യന്മാരെ
നിങ്ങൾ ഹജ്ജ് ചെയ്യുക എന്ന് അല്ലാഹു തആല പറഞ്ഞില്ല. ഒറ്റ ഇബാദത്ത് ഒന്നിനെ കുറിച്ച് പറഞ്ഞില്ല. ഒന്നിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. അപ്പോ ഈ ശഅബാൻ മാസത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. മഹാനായിരിക്കുന്ന ഇമാമുന മുസ്ലിം റളിയല്ലാഹു അൻഹു തങ്ങൾ ഹദീസ് പറയുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഹദീസ്. മൻ സല്ലല്ലാ അലയ്യ വാഹിദ, എൻ്റെ മേൽ ആരെങ്കിലും ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ഒറ്റ സ്വലാത്ത് ചൊല്ലിയാൽ, സല്ലല്ലാഹു അലൈഹി അശ്റാ, അല്ലാഹു തആല മനുഷ്യന്റെ മേലിൽ 10 അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നതാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യനെങ്ങാനും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് അല്ലാഹു തആല 10 അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സല്ലല്ലാഹു അലൈഹി അശ്റ, ഇത് ഇന്ന അനുഗ്രഹം എന്ന് അന്ന് പറഞ്ഞില്ല. മുത്ലഖായ അനുഗ്രഹം, നിരുപാധിക അനുഗ്രഹം. അപ്പൊ അത് സാമ്പത്തികപരമായ പുരോഗതി അല്ലാഹു തആല തരും. രോഗങ്ങൾ മാറണോ, സ്വലാത്താണ് പ്രതിവിധി. ഫഖറുണ്ടോ, ദാരിദ്ര്യമുണ്ടോ, സ്വലാത്താണ് പ്രതിവിധി. തെറ്റുകളിൽ നിന്ന് അകന്ന് ജീവിച്ച് റബ്ബിന്റെ റിള വേണോ, സ്വലാത്താണ് പ്രതിവിധി. കല്യാണം ശരിയാകാത്ത പ്രശ്നമുണ്ടോ, സ്വലാത്താണ് പ്രതിവിധി. മക്കളില്ലാത്ത ബുദ്ധിമുട്ടുണ്ടോ, സ്വലാത്താണ് പ്രതിവിധി. മക്കൾ ശരിയാകുന്നില്ല എന്ന പ്രശ്നമുണ്ടോ, സ്വലാത്ത് ചൊല്ലിക്കോ, അതാണ് പ്രതിവിധി. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഖുർആൻ സ്വലാത്തെല്ലാം പറഞ്ഞു. അല്ലാഹ് അനുഗ്രഹം വാരിക്കോരി തരുമെന്ന് റബ്ബ് സുബ്ഹാനഹു തആലയുടെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ആദരവായ ഹബീബുന മുഹമ്മദിനുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമാക്കി പറയുകയുണ്ടായി. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല തങ്ങൾ, അദ്ദേഹം ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ പറയുന്നു, ഖുൽതു, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, യാ അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഉക്സിറു സ്വലാത്ത അലൈക, ഞാൻ നബിയെ അങ്ങയുടെ മേൽ ഒരുപാട് സ്വലാത്ത് ചെയ്യാറുണ്ട്, സ്വലാത്ത് ചൊല്ലാറുണ്ട്. ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, ഞാൻ എത്ര സ്വലാത്താണ് ചൊല്ലേണ്ടത്, ഒരു കണക്ക് പറഞ്ഞതാണ്. നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? 100 എണ്ണം ചൊല്ലിക്കോ, 200 എണ്ണം ചൊല്ലിക്കോ എന്നല്ല, ഇത് എത്ര ഉദ്ദേശിച്ച് അത്ര ചൊല്ലിക്കോ. ആ സമയത്ത് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ ചോദിക്കുന്നു, നാലിൽ 1 ഞാൻ ചൊല്ലട്ടെയോ നബിയേ? ഉദ്ദേശിച്ച് അത്ര ചൊല്ലിക്കോ, 4 ഭാഗം ഞാൻ ചൊല്ലട്ടെയോ നബിയേ? ആ സമയത്ത് നബി തങ്ങൾ മറുപടി പറഞ്ഞത്, നീ ഉദ്ദേശിച്ചതുപോലെ ചെയ്തോ, ഇനി 4 ഒന്നുണ്ടല്ലോ, അതിനേക്കാൾ ഏറ്റിയാൽ അതെനിക്ക് ഖൈറാണ്. ഞാൻ ചോദിച്ചു, പകുതി ചൊല്ലട്ടെ? പകുതി? നബി തങ്ങൾ പറഞ്ഞത് എന്താ? നീ ഉദ്ദേശിച്ച അത്രയും ചൊല്ലിക്കോ, അധികരിപ്പിച്ചാൽ അത് നിനക്ക് ഖൈറാൻ. ആ സമയത്ത് ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, എങ്കിൽ 2/3 ചൊല്ലട്ടെയോ യാ റസൂലല്ലാഹ്? 2/3? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഉദ്ദേശിച്ചത്ര ചൊല്ലിക്കോ, അധികരിപ്പിച്ചാൽ അത് നിനക്ക് ഖൈറാണ്. ആ സമയത്ത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞ മറുപടി, അജ്അലു ലക സ്വലാത്തി കുല്ലഹാ, ഈ ദുനിയാവിൽ നബിയെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എപ്പോഴൊക്കെയാണോ റബ്ബിന്റെ രാജദർബാറിലേക്ക് ഞാൻ കൈയുയർത്തുന്നത്, ആ ദുആയിലല്ല നബിയെ അങ്ങോട്ടുള്ള സ്വലാത്തില്ലാതെ ഞാൻ ദുആ ചെയ്യൂല യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആദ്യം പറഞ്ഞ് 4-1, പിന്നെ പറഞ്ഞ പൗതി, പിന്നെ പറഞ്ഞ സുലുസാനി, പിന്നെ പറഞ്ഞപ്പോ പറഞ്ഞു ഇനി ഞാൻ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു ദുആ ദ്വാരക്കാണെങ്കിൽ അതിൽ നബിയെ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലാതെ ഞാൻ ദ്വാരക്കൂല. ഇനി ആ പറഞ്ഞ കാര്യത്തിന്റെ നബി തങ്ങൾ പറഞ്ഞത് പോയിന്റാണ്. കാലാ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉബയ്യ് ഇബ്നു കഅബ്, നിന്റെ എല്ലാ ദുആയിലും എനിക്ക് വേണ്ടി നീ സ്വലാത്ത് ചൊല്ലിയാൽ ഇദൻ തുക്ഫാ ഹമ്മക, നിനക്ക് പിന്നെ ടെൻഷൻ ഇല്ല. ഇദൻ തുക്ഫാ ഹമ്മക, നിന്റെ ടെൻഷനുകൾ നിർത്തപ്പെടുന്നതാണ്. വയുഗ്ഫറു ലക ദംബുക, നിന്റെ ദോഷങ്ങളെ പൊരുത്തപ്പെട്ടു തരുന്നതാണ്. നമുക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ കൈമലർത്തുമ്പോ പടച്ചോനെ എന്റെ പ്രയാസം നീ ദൂരീകരിച്ച് തരണേ അല്ലാഹ് എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ് എന്ന് പറഞ്ഞു തോർന്നാൽ ഇജാബത്ത് ഉണ്ട്. ലാ ശക്ക ഫീഹി യൗലമു ഉമ്മത്ത് മുഹമ്മദിൽ മുസ്തഫ സല്ലല്ലാഹു عليه وسلم ألف الألف نظام مدح على العالي عال أول السطور بسم الله بدء القال قال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. നബി തങ്ങൾ തന്നെ പറഞ്ഞതാണ്, നാളെ ഖിയാമത്തിൽ എന്റെ കൂടെ ഏറ്റവും അരിചേർന്ന് നിൽക്കുന്ന എന്റെ മേൽ കൂടുതലായി സ്വലാത്ത് ചൊല്ലിയവനാണെന്ന് മഹാനായ ഹബീബുനാ മുഹമ്മദിൽ മുസ്തഫ. ഇന്റെ മേല് കുറെ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യരുണ്ടെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ എന്റെ കൂടെ അരിചേർന്ന മനുഷ്യരുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കേണ്ടയോ അല്ലാഹു തആല ആ ഉന്നതമായ ശഫാഅത്തുൽ ഉളമയിൽ പെടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ يا سيدي خير النبي الصلاة على النبي الشفيع الأبطحي والحبيب العربي അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മാസമാണെന്ന് പരിചയപ്പെടുത്തിയ ഈ പരിശുദ്ധമായ ശഅബാനിൽ ഒരുപാട് പുണ്യകർമ്മങ്ങൾ നേടി മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സ്വർഗീയ ലോകത്തിലെ മുസാഹബത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, മുറാഫഖത്ത് നൽകണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്തുൽ ഉദ്മയിൽ പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ أرحم الراحمين. وزد ربي كرامته وفي قلبي محبته وآت لنا شفاعته شهيد علي ولي الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. وزد ربي كرامته وفي قلبي محبته وآت لنا شفاعته شهيد علي ولي الله صلاة الله سلام الله رسول الله صلاة الله سلام الله على ياسين حبيب الله. وزد ربي كرامته وفي قلبي محبته وآت لنا شفاعته شهيد علي ولي الله صلاة الله سلام الله على طه رسول الله
صلاتullah salamullah ala yasin habibillah bifadli sallallahu ala Muhammad sallallahu alayhi wasallam sallallahu ala Muhammad sallallahu alayhi wasallam Allahumma salli ala Muhammad ya Rabbi salli alayhi wasallam.